ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഒരു 250 കടല മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഒരു 8 അടി വലിയ കറുത്ത കടലയാണ് കേട്ടോ. കറുത്തതെന്നല്ല, ബ്രൗൺ കളർ ചെറിയ കടല. അതിന് ഇത്തിരി വേവ് കൂടും. തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ടാണ് ഇപ്പോൾ ഇത് 8 അടി അടിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് എന്തിട്ടാന്ന് വെച്ചാൽ 2 സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ നമുക്കിത് വഴറ്റിയെടുക്കാം. കടലക്കറി ഉണ്ടാക്കാനാണ്. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ചു. സബോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതാ. ഇതൊന്ന് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വാട്ടിയെടുക്കണം. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. നന്നായിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ഗ്യാസ് സ്മോളിൽ വെച്ചിട്ടേ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല കളറായി വരണം, ബ്രൗൺ കളർ. എന്നാലാണ് എല്ലാ കറിക്കും ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ചെറു തീയിൽ വെച്ചിട്ട് വാട്ടിയെടുക്കണം. കളർ കരിവേപ്പില അതിൻ്റെ ഒപ്പം കിടന്ന് വാടിക്കോളും. അപ്പോൾ നമ്മൾ സബോള കണ്ട വാടി വരുന്നുണ്ട്. നന്നായിട്ട് വാടണം. എന്നിട്ട് നമുക്ക് പൊടികളിടാം. മസാലകൾ അധികം മസാലയൊന്നുമില്ല കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ വേവിച്ചു. അത് കാരണം മഞ്ഞൾപ്പൊടി ഇതിലിടണ്ട. നന്നായിട്ട് വാടുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ് ഇതിലിടേണ്ടത് കേട്ടോ. പച്ചമുളകൊക്കെ കുറേ ഇട്ട കാരണം കൊണ്ട് നമ്മൾ മുളക് പൊടി കുറവാണ് ഇടണം കേട്ടോ. അതിയായി കഴിഞ്ഞാൽ എരിയും. കാരണം ഒരു കുഞ്ഞ് സ്പൂണിൽ 1.5 സ്പൂൺ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി 1.5 സ്പൂൺ, അതുപോലെ തന്നെ മുളക് പൊടി. എന്നിട്ട് പിന്നെ നല്ല കളറാക്കണം. ഇത് ചോറ് കൂട്ടി ഉണ്ണാനായാലും ദോശയ്ക്കായാലും കഴിക്കാം, പുട്ടിനായാലും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. എനിക്കിങ്ങനെ വയ്ക്കുന്നത് കൊണ്ട് വേറെ പുട്ടിന് വേറെ കറി ഉണ്ടാക്കും, വേറെ രീതിയിൽ. ഇതിപ്പോൾ ഞാൻ ചോറിനും കൂടിയായ കാരണം കൊണ്ടാണ് ഇങ്ങനെ മസാലയൊക്കെ ഇട്ട് ഉണ്ടാക്കുക. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കടല ഇതിലേക്ക് ഒഴിക്കാം. നമ്മുടെ കടലക്കറി കണ്ട എന്ത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എന്താ ടേസ്റ്റ് എന്നറിയും. നന്നായിട്ട് നല്ല ടേസ്റ്റാണ്. ഈ വെളിച്ചമ്പളാണ് നമ്മുടെ കടലക്കറിയൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എന്താ ഇനി ഇതിൽ കിടന്നൊന്ന് വേവണം. കാരണം ഇട്ട ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കറിയിൽ ജോയിൻ്റ് ആവണം.
അതൊക്കെ ഒന്ന് വേവാൻ വേണ്ടി ഒരു സൂത്രപ്പണി പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കണ്ടില്ലേ ഉള്ളി കിടക്കണേ, അത് ചിലർക്ക് പിടിക്കില്ല.